ശരി, അത് തന്നെയാണ്. കരുണാകരൻ ലോയലിസ്റ്റുകൾക്കിടയിൽ സ്വാധീനമുള്ള നേതാവ്. കാരണം കരുണാകരൻ്റെ നേരത്തെ എന്താ പറഞ്ഞ പോലെ DICയിലടക്കം കരുണാകരന് ഒപ്പം നിന്ന ആളുകൾക്ക് എപ്പോഴും പിന്തുണയുമായി നിന്ന ഒരു നേതാവ് കൂടിയാണ് പത്മജ വേണുഗോപാൽ എന്നുള്ളതാണ്. ചന്ദ്രകാന്ത് തുടരുക. നമ്മുടെ ഇപ്പോൾ ശ്രീ ജോർജ് പൊടിപ്പാറ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്, ക്ഷമിക്കണം, തത്സമയമുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, BJP പിടിക്കുന്നതെല്ലാം പുളിങ്കൊമ്പുകളാണ്. കാരണം ആദ്യം AK ആന്റണിയുടെ മകൻ BJPയിലേക്ക് ചേക്കേറുന്നു. അത് കേരളത്തിൽ ഒരു ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. പത്തനംതിട്ടയിൽ സീറ്റ് നൽകുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കരുണാകരൻ, സാക്ഷാൽ കരുണാകരൻ്റെ മകളാണ് BJPയിലേക്ക് പോകുന്നത്. പാർട്ടി അവഗണിച്ചു എന്ന ആരോപണത്തിൽ കോൺഗ്രസ്സുകാരൊക്കെ വൈകാരികമായാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്. എങ്കിൽ പോലും അത് കോൺഗ്രസിനുണ്ടാക്കുന്ന ഡാമേജ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അത് ചെറുതാണോ? രഞ്ജിത്ത്, ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോക്കാണ്. ആ ഷോക്കിന്റെ ഒരു തീവ്രത നമ്മൾ പരിഗണിക്കേണ്ടത് ഏത് സമയത്താണ് പത്മജയുടെ ഈ തീരുമാനം എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടം തുടങ്ങി യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തില് കോൺഗ്രസിലെ വളരെ പ്രമുഖയായിട്ടുള്ളൊരു നേതാവ്, അതോടൊപ്പം തന്നെ കരുണാകരൻ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ അല്ലാത്തവരുമെല്ലാം ആരാധനയോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ ലീഡർ എന്ന് വിളിക്കുന്ന ശ്രീ കരുണാകരന്റെ മകൾ, ഈ 2-3 ഘടകങ്ങളാണ് ഇതിനകത്ത് പ്രധാനം. ഇപ്പൊ നേരത്തെ ചന്ദ്രകാന്ത് സൂചിപ്പിച്ചതുപോലെ, അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്ത ചാനൽ എന്നുള്ള നിലയ്ക്ക്, ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ന്യൂസ് 18നെ അഭിനന്ദിക്കാനും കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. കാരണം ഇന്നലെ ആ വാർത്ത വന്ന സമയത്ത് ഞാനത് വിശ്വസിക്കാൻ മടിച്ചു. പിന്നീട് അവരത് നിഷേധിക്കുകയൂടി ചെയ്തപ്പോ പാളിപ്പോയോ, അപർണയ്ക്ക് പാളിപ്പോയോ അല്ലെങ്കിൽ ന്യൂസ് 18 പാളിയോ എന്നുള്ളൊരു ഒരു ശങ്കയും എനിക്കുണ്ടായി. പക്ഷെ ഒടുവിൽ അത് സത്യമായി വരുമ്പോൾ തീർച്ചയായിട്ടും ന്യൂസ് 18 അഭിനന്ദിക്കാം. കാരണം ഈ ദിവസങ്ങളിലുണ്ടായ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ബ്രേക്കാണ് അത് എന്നുള്ളത് അംഗീകരിച്ചേ പറ്റും. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇവിടെ പത്മജ എന്ന് പറയുന്ന നേതാവ് പറയുന്ന ന്യായങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം. ഞാനൊരു തൃശ്ശൂർക്കാരനാണ്. അതുകൊണ്ട് തന്നെ പത്മജയ്ക്ക് പരിഗണന കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ പരമോന്നത സമിതിയായ രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗമാണ് പത്മജ. അതോടൊപ്പം തന്നെ 2004 മുകുന്ദപുരത്ത് പലവട്ടം കരുണാകരൻ ജയിച്ചിട്ടുള്ള മണ്ഡലം, അവിടെ കോൺഗ്രസിന്റെ എക്കാലത്തെയും വലിയ കോട്ടകളിലൊന്നാണ് ലോക്സഭാ മണ്ഡലം എന്നുള്ള നിലയ്ക്ക് മുകുന്ദപുരം. അവിടെ മത്സരിച്ചിട്ട് പരാജയം. പിന്നീട് 2016-ലും 2021-ലും കോൺഗ്രസ് അതിന്റെ ഒരു വളരെ സേഫ് എന്ന് വിശേഷിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ അങ്ങനെ സേഫ് ആയിട്ടുള്ള ഒരു മണ്ഡലമായിട്ടുള്ള തൃശ്ശൂരിൽ മത്സരിപ്പിച്ചു. ആദ്യത്തെ തവണ ഈ VS സുനിൽകുമാറിനോട് തോറ്റു. രണ്ടാമത്തെ തവണ അവർ തോൽക്കുന്നത് CPIയിലെ തന്നെ ശ്രീ ബാലചന്ദ്രനോടാണ്. അപ്പൊ അവർക്ക് സാധ്യതകൾ, അല്ലെങ്കിൽ അവർക്ക് അവസരങ്ങൾ കിട്ടിയില്ല, പദവികൾ കിട്ടിയില്ല, അവരെ അംഗീകരിച്ചില്ല എന്ന് പറയുന്ന ഒരു ഭർത്താവ് പറഞ്ഞ പോലെ നിരന്തരമായ അവഗണന സഹിക്കവയ്യാതെയാണ് പത്മജ പാർട്ടി വിട്ടത്. പത്മജ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ തന്നെ BJP ആക്കി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അത് എങ്ങനെയാണ്? ഇപ്പോ പത്മജയ എങ്ങനെ പോകുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ശ്രീ KV തോമസ് പോയ പോലെയാണ്. സത്യത്തിൽ ഇവരൊക്കെ ഏറ്റവും കൂടുതൽ ആദരവും അംഗീകാരവും പാർട്ടിക്കകത്ത് അവർ അർഹിക്കുന്നതിലേറെ പരിഗണനയും പദവികളും അതുപോലെ തന്നെ അവസരങ്ങളും ലഭിച്ചിട്ടുള്ളവരാണ്. കരുണാകരന്റെ മകൾ എന്നതിനപ്പുറത്ത് പത്മജ വേണുഗോപാൽ ഒരു വലിയ വാഗ്മിയല്ല, വലിയൊരു സംഘാടകയല്ല, വലിയ ഒരു എന്താ പറയാ, പാർട്ടിക്ക് വേണ്ടി വേദികളിൽ നിന്ന് വേദികളിലേക്ക് സഞ്ചരിച്ച സമരമുഖങ്ങളിൽ തീപ്പൊരിയായി തീജ്വാലയായി മാറുന്ന അങ്ങനത്തെ ഒരു നേതാവ്. അതാണ് ഇന്ന് കെ മുരളീധരൻ സ്വന്തം സഹോദരൻ വിശേഷിപ്പിച്ചത്.